എല്ലാവർക്കും നമസ്കാരം. എമ്മിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളിന്നിവിടെ കാണുന്ന വളരെ മനോഹരമായൊരു ചപ്പാത്തിയാണ്. കണ്ടിട്ട് തന്നെ തോന്നില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ബോൾ പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ ചിലർ പറയും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല, അതിന് സോഫ്റ്റ് അല്ല, അതിന് ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് ശരിയാകുന്നില്ല. പക്ഷേ ശരിക്കും ഇതൊന്നും എണ്ണയൊന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചപ്പാത്തിയാണ് ഇത്. ചപ്പാത്തി ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഷേപ്പ് ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് ദിവസത്തെ അല്ല കുറച്ച് 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ അത് ആവും, ആ റൗണ്ടായി വരും. അപ്പോൾ അതെല്ലാം പ്രാക്ടീസ് കൊണ്ടായി വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നപ്പോൾ പല ഭൂഖണ്ഡങ്ങളുടെ ഷേപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഈ ചപ്പാത്തി കണ്ടുപിടിച്ചവനെ കിട്ടിയ 2 കൊടുക്കാം, കാരണം ഒരിക്കലും ശരിയാകില്ല. ഇപ്പം പക്ഷേ ചെയ്ത് അതങ്ങനെ ആയി. അപ്പം നമുക്കിതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പിനകത്ത് മാവാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി, സാധാ ഗോതമ്പ് പൊടിയാണ്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുക. നമ്മളിതിന് വേണ്ടത് എപ്പോഴും ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ എല്ലാവരുടെയും ഒരു കുഴപ്പം, നമ്മൾ ആദ്യമേ ഇതിനകത്തേക്ക് കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് കുഴയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് ഗോതമ്പ് മാവിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ മാവിനകത്തേക്ക് ഒരു 3/4 കപ്പ് വെള്ളം മാത്രം ഒഴിക്കുക. 1 കപ്പ് ഒഴിക്കരുത്, 3/4 കപ്പ് ഒഴിച്ചിട്ട് പുട്ടിന് കുഴയ്ക്കുന്ന രീതിയിൽ ഇതുപോലെ. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസാണ്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കുക എന്ന് പറയും. അപ്പോൾ അത് വളരെ ബലവത്തായെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പുട്ടിന് കുഴയ്ക്കുന്നവർ ഒറ്റയടിക്ക് വാശി പിടിച്ച് അത് കുഴച്ച് കൂട്ടാൻ ശ്രമിക്കാതെ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ പതുക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും കുറേ കൂടാൻ സാധ്യതയില്ല, കാരണം 3/4 കപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൂടില്ല. ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ വെള്ളം കൊടുത്തുകൊണ്ട് വീണ്ടും നമുക്ക് വേണ്ട രീതിയിൽ ഉള്ള ഒരു മാവായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ പുട്ടിന് കുഴച്ചതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് നേരം ഈ മാവോട് വെച്ചേക്കുക. മാവ് വെച്ചതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റായി. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആകാം. അപ്പോൾ നമ്മളിത് കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് അത് വീണ്ടും ഇതുപോലെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും അത് ഇതുപോലെ പതുക്കെ, ഒത്തിരി എന്നാ പറഞ്ഞത്, പെട്ടെന്ന് അത് കുഴച്ച് കൂട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് മിക്കവാറും മാവ് കുഴയ്ക്കുന്നത് ശരിയായില്ല എങ്കിൽ പിന്നെ നമ്മുടെ ചപ്പാത്തിയും ശരിയാകില്ല. അപ്പോൾ അത് കറക്റ്റ് കൂട്ടിൽ കറക്റ്റായുള്ള ആ സോഫ്റ്റ്നെസ്സിൽ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചപ്പാത്തി സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പം വെള്ളം ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്കിലും നമ്മൾ അതിനെ ഒന്ന് കുഴച്ച് കൂട്ടാം. കുഴച്ച് ഇതിനുള്ള പാത്രത്തിലുള്ള പൊടികളെല്ലാം കൂടെ തൂത്ത് നമ്മളിങ്ങനെ കുഴച്ച് കൂട്ടി. അപ്പോൾ ഇനിയും നമുക്കിത് വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. വെള്ളം എടുത്തിട്ട് നമ്മുടെ കൈ അതിൽ മുക്കിയിട്ട് ആ നനഞ്ഞ കൈ കൊണ്ട് നമ്മളിത് വീണ്ടും കുഴച്ച് കൂട്ടുക. അപ്പം കുഴയ്ക്കുന്ന സമയത്ത് ആദ്യത്തെ 3/4 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതുവരെ ഒഴിച്ചിരിക്കുന്നത്. 3/4 കപ്പ് വെള്ളം കൊണ്ട് ഇതുണ്ടോ, ഏകദേശം നമ്മളത് കുഴച്ച് വരുമ്പം നമുക്കൊരിക്കലും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ പാത്രത്തെ ഒട്ടിപ്പിടിക്കുന്നുള്ള പരാതിയൊന്നുമില്ല. ചിലർ ചപ്പാത്തി ഉണ്ടാക്കുമ്പം ആ പാത്രം പിന്നെ കളയേണ്ടി വരും, കാരണം ആ പാത്രവും കൈയും പിന്നെ ഒന്നിനും കൊള്ളില്ല. കാരണം ഇത് രണ്ടും മാവെല്ലാം ഒട്ടിപ്പിടിച്ച് ഒരു പകുതി മാവ് വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ നോക്കിയാൽ നമുക്ക് മാവ് നല്ല കുഴപ്പമില്ലാത്ത രീതിയിലായി വരുന്നുണ്ട്, എങ്കിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആകാനുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തു. അതിനകത്ത് നമ്മളിങ്ങനെ കൈ ഒന്ന് നനയ്ക്കുക. ജസ്റ്റ് ഒന്ന് കൈ നനച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ കുഴച്ച് കൂട്ടുക. പ്രത്യേകിച്ച് കൂടുതൽ കാര്യമൊന്നുമില്ല, വെള്ളം ഒഴിക്കരുത് ദയവ് ചെയ്ത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പോയി നമ്മുടെ ചപ്പാത്തി പിന്നെ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. അതുകൊണ്ട് ഇതുണ്ടോ ഇങ്ങനെ കുഴച്ച് കൂട്ടി വീണ്ടും വെള്ളം നമ്മൾ തൊട്ട് നമുക്കറിയാൻ പറ്റും ആ സോഫ്റ്റ്നെസ്. ഞാൻ കാണിച്ചു തരാം. കുഴച്ച് കഴിയുമ്പം ബോളായി കഴിയുമ്പോൾ പറയാം എത്രത്തോളം സോഫ്റ്റ് ആകാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഏകദേശം നമ്മളിതിങ്ങനെ കുഴച്ച് നമ്മളതൊരു സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഇതുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് ഞെക്കുമ്പോൾ അതൊരു ബോൾ പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഷേപ്പിലേക്ക് വരുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് ബോൾ ഷേപ്പിൽ വരില്ല. അപ്പോൾ നമ്മളിത് 2 കൈ കൊണ്ട് നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കുന്നു. നമ്മൾ എണ്ണ ഒട്ടും ഉപയോഗിക്കുന്നില്ല, വെള്ളം തന്നെയാണ്. അപ്പോൾ നമ്മളിത് കണ്ടോ ബോളായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഈ 2 കപ്പ് എടുത്തിരിക്കുന്നത് ഏകദേശം 8 ചപ്പാത്തിക്കുള്ള പൊടിയാണ്. 8 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മുഴുപ്പുള്ള ചപ്പാത്തിയാണ്. ഒരു മീഡിയം സൈസ് ചപ്പാത്തി, ഒത്തിരി വലുതല്ല എന്നാൽ തീരെ ചെറുതുമല്ല, ഒരു സാധാരണ ചപ്പാത്തി. അപ്പം നമ്മളതിനെ ഇതുപോലെ ബോളാക്കുക കണ്ടോ. അപ്പം നമ്മൾ ബോളാക്കി എടുത്തു. ബോളാക്കി ഈ ഒരു മുഴുപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഒരു 8 ചപ്പാത്തി നമുക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ ഒത്തിരി വലിപ്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബോൾ പോലെ പൊങ്ങി വരുന്നൊരു ചപ്പാത്തി ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവാണ്.
അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഏകദേശം 2 കപ്പ് പൊടി എന്ന് പറയുന്നത് 8 ചപ്പാത്തിക്കുള്ള പൊടിയാണ്. അപ്പോൾ നമ്മളിത് കണ്ടോ, ഈ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ, ഇങ്ങനെ ഞെക്കുമ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നും. അപ്പോൾ ആ ഒരു രീതിയിൽ മാവ് കിട്ടുന്നത് വരെയാണ് നമ്മളിത് കുഴച്ച് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോൾ ആക്കിയത് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക. കാരണം അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മളിങ്ങനെ പൊടിയിൽ മുക്കി, എണ്ണ പരട്ടുന്നില്ല, ഗോതമ്പ് പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളത് ചപ്പാത്തി പലകയിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു എന്നാ പറയുന്നത്, സർക്കിൾ ഷേപ്പിലാകുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തിയുടെ വടി പരത്തുന്ന വടി ഉപയോഗിച്ച് പരത്തുക. അപ്പോൾ പരത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ തിക്നെസ് എല്ലായിടത്തും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഈ ചപ്പാത്തി പരത്തുമ്പോൾ ഇങ്ങനെ കറക്കി ഓരോ സൈഡ് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലാതെ നമ്മൾ ഒരു ബോൾ അവിടെ വെച്ചിട്ട് ഒരേ രീതിയിൽ പരത്തിയാൽ ആ ചപ്പാത്തി പല ഭാഗത്തും പല തിക്നെസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരേ കട്ടിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പരത്തുന്നത്. ഇത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ചപ്പാത്തി ഏകദേശം ഒരു 1 മില്ലിമീറ്റർ കനം, ആ തിക്നെസ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മളതിൻ്റെ പൊടി തട്ടി കളയുക, അല്ലെങ്കിൽ നമ്മൾ കല്ലിലിടുമ്പം അത് മൊത്തം ഒട്ടിപ്പിടിക്കും, പൊടിയെല്ലാം കരിഞ്ഞു പിടിക്കും. അപ്പോൾ നമ്മളിതാ ചപ്പാത്തി കല്ലിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒരു സൈഡ് നമ്മൾ ഇട്ടിട്ട് ആ സൈഡ് ഒന്ന് ചെറുതായിട്ട് വേകാകുമ്പം തന്നെ നമ്മളിത് തിരിച്ചിടും. ഒത്തിരി ഫുള്ളായിട്ട് വേകാൻ നിൽക്കണ്ട. എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബോൾ പോലൊരു ചപ്പാത്തി ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ ദോശക്കല്ലിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന ഭാഗമൊക്കെ ആ ചട്ടുകം കൊണ്ട് ഒന്ന് ചെറുതായിട്ട് താത്തി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ആ ഭാഗം വേകാതെ വരും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വശം ഫുള്ളായിട്ട് നല്ലപോലെ വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത്യാവശ്യം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഉണ്ടാക്കിയ ഒരു ചപ്പാത്തി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. ചപ്പാത്തി പതുക്കെ ഓരോ സൈഡിൽ പൊങ്ങുന്നതായി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ പൊങ്ങുന്ന ഇല്ലാത്ത ഭാഗത്ത് പതുക്കെ ചപ്പാത്തി ചട്ടുകം കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ മൃദുവായിട്ട് പ്രസ് ചെയ്യുക. അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി കീറിപ്പോവും. അപ്പോൾ നമ്മൾ സോഫ്റ്റായിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ചപ്പാത്തി ഫുള്ളായിട്ട് ബോളായിട്ട് വീർത്ത് വരും. അപ്പോൾ നമ്മൾ മറ്റേ ചപ്പാത്തി എടുത്ത് മാറ്റുക. കണ്ടോ, നമ്മുടെ ചപ്പാത്തി ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളിന്ന് കീറി കാണിക്കുമ്പോൾ കണ്ടോ, ഈ ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊറോട്ട പോലെ ഒരു ലെയറുണ്ട് അതിനകത്ത്. കണ്ടോ, ഇതിനകത്ത് ഒരു ലെയറാണ്. അപ്പോൾ അത് ഇത്രയും എണ്ണയില്ലാതെ നമുക്ക് ഇത്രയും മനോഹരമായൊരു ചപ്പാത്തി ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് കാണുന്ന അത്ര വലിയ വിഷമമൊന്നുമില്ല. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ശ്രദ്ധിക്കുക, ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും പരത്തുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചപ്പാത്തി പരത്തി, എല്ലാ ചപ്പാത്തിയും പരത്തി ഒന്നിച്ച് ചുടാനായിട്ട് നിൽക്കരുത്. ഓരോ ചപ്പാത്തികളും പരത്തി അതത് ചുട്ടെടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ്നെസ് ആ ചപ്പാത്തിക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചുടുന്ന ചപ്പാത്തി പൊങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പം ഞാനുണ്ടാക്കിയിട്ടത് പൊങ്ങിയില്ല. ആ ചപ്പാത്തിയാണ് ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്നത്. അപ്പം ആ ചപ്പാത്തി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലിട്ട് പൊക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് കഴിച്ചു നോക്കിയിട്ട് ഇതിന് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.